ഏവർക്കും ലേൺ വിത്ത് രജിത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പരീക്ഷ ഇങ്ങെത്തി. സൈക്കോളജി പെഡഗോഗി തുറന്നു നോക്കിയിട്ടില്ല. ഈശ്വര, ഇനി എന്തു ചെയ്യും? വിഷമിക്കേണ്ട. വളരെ കുറച്ച് സമയം കൊണ്ട് സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കുകൾ മാരത്തോണായി നമുക്ക് പഠിക്കാം. സൈക്കോളജി പെഡഗോഗിയുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, മുൻവർഷത്തെ ചോദ്യങ്ങളുടെ പരിശീലന ക്ലാസ്സുകൾ എന്നിവ ഈ ചാനലിൽ ലഭ്യമാണ്. കാണുക, വിജയം നേടുക. സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അഡോൾസൻസ് അല്ലെങ്കിൽ കൗമാരം. അഡോൾസൻസുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളിലൂടെ, പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെ നമുക്ക് ആദ്യം ഒന്ന് സഞ്ചരിക്കാം. അഡോൾസൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രിഫ് എന്ന് പറഞ്ഞതാരാണ്? ജി. സ്റ്റാൻലി ഹാൾ. അഡോൾസൻസ് ഈസ് എ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്ന് പറഞ്ഞതാരാണ്? ഹോളിംഗ് വർത്ത്. Personality is the product of heredity and dash. Personality is the product of heredity and environment. P is equal to H into E. Developmental task എന്ന ആശയം ആരുടേതാണ്? ഹാവിംഗ്ഹസ്റ്റ്. Maladjusted person who creates difficulties for others and who is himself blocked in his own wholesome growth is known as delinquents. Punishable and criminal social offence normally committed by an adult is continuously repeated by a young person below the age of 18 is known as juvenile delinquency. ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന ആശയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കോമൺ സ്ട്രാറ്റജീസ് വിച്ച് ദ ഇൻഡിവിജ്വൽ അഡോപ്റ്റ് ടു ഡിഫൈൻഡ് ഓർ എസ്കേപ്പ് ഫ്രം കോൺഫ്ലിക്ട്സ് ആൻഡ് ഫ്രസ്ട്രേഷൻസ്, ദാറ്റ് ഈസ് നോൺ ആസ് defense mechanism or adjustment mechanism. Mechanism in which painful experiences, shameful thoughts and unfulfilled wishes are pushed down into the unconsciousness. Repression. Seeing one's own defects in others, projection. Mechanism by which the individual justifies his shortcomings, failures and incompetence by giving false reasons. Rationalization. Process by which unacceptable desires are channeled into activities that have a strong social approval. Sublimation. Mechanism whereby the individuals return to an early stage of development. Regression. ജീൻ പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന ആശയങ്ങൾ, മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഫോർമേഷൻ ഓഫ് ദ സെൻസസ് ഓഫ് ഓബ്ജക്റ്റ് പെർമനൻസ്. പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഏത് സ്റ്റേജിലാണ് ഓബ്ജക്ട്സ് പെർമനൻസ് എന്ന പ്രത്യേകതയുള്ളത്? സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years. ഈഗോസെൻട്രിസം ആൻഡ് അനിമിസ്റ്റിക് തോട്ട് ഓർ അനിമിസം ഏത് സ്റ്റേജിന്റെ പ്രത്യേകതയാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 years. റിവേഴ്സിബിലിറ്റി ആൻഡ് ട്രാൻസിറ്റിവിറ്റി ഏത് സ്റ്റേജിന്റെ പ്രത്യേകതയാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 years. കൺസർവേറ്റീവ് തോട്ട് ഏത് സ്റ്റേജിന്റെ പ്രത്യേകതയാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 years. ഹൈപ്പോത്തറ്റിക് ഡിഡക്റ്റീവ് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് ഇത് ഏത് ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 12 to 15 years. പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years. സെക്കൻഡ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 years. തേർഡ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 years. ഫോർത്ത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 12 to 15 years. ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നത് ആരുടെ തിയറിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ജീൻ പിയാഷെയുടെ. കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഓർ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളജ് ഓർ ബിറ്റ് ഓഫ് നോളജ് ഈസ് നോൺ ആസ് സ്കീമ. 4 basic schema or 4 biological inheritance. According to Piaget, there are 4 basic schema or 4 basic schema that is biological inheritance by everyone. That is sucking, looking, grasping, reaching. The process of taking new information into previously existing schema is assimilation. Modification or rearrangement of existing cognitive structure with the help of new schema, accommodation. ജെറോം എസ് ബ്രൂണറുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നമുക്ക് പരിശോധിക്കാം.
Bruner's stages of cognitive development. First is enactive stage, and second is iconic stage, and third is symbolic stage. Enactive stage il action and importance, iconic stage il imagination importance, symbolic stage il language importance. പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ഈ ബുക്ക് ആരുടേതാണ്? ജെറോമസ് ബ്രൂണർ. ലേണിംഗ് ടു ലേൺ, ലേണിംഗ് ഹൗ ടു ലേൺ, ഇതാര് പറഞ്ഞതാണ്? ജെറോമസ് ബ്രൂണർ. ഡിസ്കവറി ലേണിംഗ്, കണ്ടെത്തൽ പഠനം, ആരുടെ ആശയമാണ്? ജെറോമസ് ബ്രൂണർ. സ്പൈറലിംഗ് ഓർ സ്പൈറൽ കരിക്കുലം എന്ന ആശയം ആരുടേതാണ്? ജെറോമസ് ബ്രൂണർ. എനിത്തിങ് ക്യാൻ ബി തോട്ട് അറ്റ് എനി ലെവൽ ഓഫ് ദ ഡെവലപ്മെന്റ് ഇൻ ആൻ ഇന്റലക്ച്വലി ഹോണസ്റ്റ് വേ, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ജെറോമസ് ബ്രൂണർ. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആരാണ് ഡെവലപ്പ് ചെയ്തത്? ജെറോമസ് ബ്രൂണർ. ദ തിങ്കിങ് സ്ട്രാറ്റജീസ് ഫോർ കോൺസെപ്റ്റ് ലേണിംഗ്, സെലക്ഷൻ ആൻഡ് റിസപ്ഷൻ. ദ പ്രോസസ്സസ് അഡോപ്റ്റഡ് ബൈ ദ ലേണർ ഇൻ കോൺസെപ്റ്റ് ലേണിംഗ്, സ്കാനിങ് ആൻഡ് ഫോക്കസിങ്. ലവ് വൈഗോസ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന തിയറിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ലേണിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ്, നോളജ് ഈസ് ഷെയർഡ് ആൻഡ് കൾച്ചറലി കൺസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞത് ആരാണ്? വൈഗോസ്കി. ZPD എന്ന കോൺസെപ്റ്റ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന കോൺസെപ്റ്റ് ആരുടേതാണ്? വൈഗോസ്കിയുടെ. ZPD എന്നാൽ എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ദ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ LPD ആൻഡ് LAD. The difference between child's capacity to solve problems on his own and his capacity to solve problems with assistance is known as zone of proximal development, ZPD. The support or assistance given to an individual for learning and problem solving is known as scaffolding. The phenomena that children engaged to play and talk to themselves as they play is known as private speech. According to Vygotsky, what is the fundamental process in cognitive development? The transition from audible private speech to silent inner speech. Ability to manipulate thoughts using soundless speech. Which stage of language development according to Vygotsky? In growth speech stage of language development of Vygotsky. Thanks for watching. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന്